കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വീണ്ടും വരുന്നവനായ ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഈ നിമിഷം അർപ്പിക്കുക. പ്രാർത്ഥനയോട് ദൈവാശ്രയത്തോടുകൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഇന്ന് പ്രഭാതത്തിൽ തിരിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51 അധ്യായം അതിൻ്റെ 11 വാക്യം. യഹോവയുടെ വിമുക്തന്മാർ ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് മടങ്ങി വരും. നിത്യാനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും, ദുഃഖവും ഞരക്കവും കൊടുക്കും. ഈ വാക്യങ്ങൾക്കാണ് കർത്താവിന് സ്വാഗതം ചെയ്യും. പ്രവാസ കാലഘട്ടത്തിൽ ഈ പ്രവാസ ജീവിതത്തിൽ കിടക്കുന്ന ഇസ്രായേൽ ജനത്തെ നോക്കി യെശയ്യാവെന്ന ദൈവത്തിൻ്റെ പ്രവാചകൻ വളരെ കൃത്യമായി പറയുന്നു. അനുഗ്രഹീതമായ ആലോചനയാണ് നമ്മൾ വായിക്കുന്നത്. പ്രവചനങ്ങളിൽ അപ്രസക്തമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലേക്കാണ് ഇന്ന് നമ്മൾ വന്നു നിൽക്കുന്നത്, അല്ലേ? നമ്മുടെ ആത്മീയ ലോകത്ത് സഭകളിൽ ശുശ്രൂഷകളിൽ പ്രവചനം ഇല്ല എന്നും സ്തോത്രം, ഇന്നുള്ള പ്രവചനങ്ങളൊന്നും ശരിയല്ലെന്നും പറയുന്ന ഒരു കൂട്ടത്തിലേക്ക് ഇന്ന് വരുന്നു. ഇനി അത് പോയിട്ട് കുറച്ച് ആൾക്കാരെങ്കിലും പ്രവചനമൊന്നും വേണ്ട, വചനം മാത്രം മതി എന്ന് പറയുന്ന ആൾക്കാരെയും നമുക്ക് കാണുവാൻ കഴിയും. വചനം വേണം ഇല്ലെന്നല്ല, എന്നാൽ പ്രവചനം ദൈവം വെച്ചതല്ലേ. പത്രോസിന്റെ ലേഖനത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ബൈബിൾ ഇങ്ങനെ പറയുന്നു, പ്രവാചക വാക്യം അധിക സ്ഥിരമാണ്, അത് ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന് എന്നാണ് പത്രോസിന്റെ ലേഖനത്തിൽ പ്രവചനത്തെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗം. അതിൻ്റെ അർത്ഥം ഇരുണ്ട സ്ഥലത്ത് ഇതൊരു വെളിച്ചമാണ്. നമ്മൾ ഇരുട്ടിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒന്നുകൂടെ നമ്മൾ ഇറങ്ങിപ്പറഞ്ഞാൽ പല പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ഇനിയൊരു ജീവിതമില്ല, ഇനിയൊരു ശുശ്രൂഷയില്ല, ഇനിയൊരു പ്രവൃത്തി എനിക്കില്ല, മുങ്ങിപ്പോയി, അടഞ്ഞുപോയി എന്നൊക്കെ പറഞ്ഞ് നിഷ്ക്രിയമായി നിൽക്കുന്ന ചില ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ മുൻപിൽ വരും, അല്ലേ? ഈ സമയത്ത് ചില പ്രവാചകന്മാരും ചില പാട്ടുകളും ചില വചനങ്ങളും ചില ദർശനങ്ങളും ചില സ്വപ്നങ്ങളും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ധൈര്യപ്പെടുത്തുന്ന ഒരു മേഖല നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്, അല്ലേ? അങ്ങനെയെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ കൈമാറും. പ്രവചനമൊന്നും വെറുതെ അല്ല വെളിപ്പെട്ടത്. ദൈവത്തിൻ്റെ ആലോചന ഉണ്ട്. ശ്രോത്രം, ദൈവത്തിൻ്റെ ആലോചന ഷാർപ്പായിട്ട് തത്വദാസന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്. ദൈവം അരുളി ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നുണ്ട്, അത് ചെയ്തുകൊണ്ടേയിരിക്കും. അത് വിശ്വസിക്കുന്നവർക്ക് അത് വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കള്ളപ്രവാചകന്മാരൊക്കെ ഉണ്ട്, എല്ലാ കാലത്തും ഉണ്ട്. പ്രവാചകന്മാർ എന്നാണ് വേദപുസ്തകത്തിനകത്ത് ആരംഭിച്ചത്, അതേ സമയം മുതൽ തന്നെ കള്ളപ്രവാചകന്മാരുടെ ഒരു അതിപ്രസരവുമുണ്ട്. പിന്നെ നമ്മുടെ ഈ കാലത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം, പോസിറ്റീവിനേക്കാൾ നെഗറ്റീവ് വളരെ വേഗത്തിൽ സ്പ്രെഡ് ചെയ്യുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? ഒരാളെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ അധികമായി അറിയത്തില്ല. അതേസമയം ആ വ്യക്തിയെക്കുറിച്ചൊരു നെഗറ്റീവ് അറിയാൻ കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് അത് ആൾക്കാരിലേക്ക് കൈമാറുന്ന ഫേസ്ബുക്ക്, അതുപോലെ വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, ഇതിലൂടെയല്ല ഇതൊന്ന് പ്രചരിക്കുക. ഇത് നമുക്കറിയാം. ഒരാളെക്കുറിച്ച് വല്ല കുറ്റമുണ്ടെങ്കിൽ രഹസ്യമായിട്ടല്ല അത് പറയുന്നത്, വാട്സാപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും മറ്റ് പല മീഡിയാസിലൂടെയാണ് അത് എന്ത് ചെയ്യുന്നത്, പുറത്തുണ്ട്. അങ്ങനത്തെ ഒരു കാലത്തിലാണ് വന്നു നിൽക്കുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യപ്പെട്ട് കള്ളപ്രവാചകന്മാരുണ്ട്. എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച്, ബാബേലിൻ്റെ പ്രവാസത്തിൽ മുന്നോട്ടുള്ള ജീവിതങ്ങൾ അങ്ങനെ, ഇല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് ഞങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയുമോ, യെരൂശലേമിലേക്ക് ഞങ്ങൾക്കൊരു മടങ്ങി വരവുണ്ടോ എന്ന് ചോദിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, യഹോവയുടെ വിമുക്തന്മാർ അവിശ്വാസമെന്തെയും ഉല്ലാസഘോഷത്തോടുകൂടെ സിയോനിലേക്ക് മടങ്ങി വരും. എന്താണ് ഇതിൻ്റെ അർത്ഥം? വിമുക്തന്മാരെന്ന് പറയുന്നതിൻ്റെ വാക്കരുത്. രണ്ട് രീതിയിൽ ആ വാക്കിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്ന്, വിമുക്തന്മാരെന്ന് പറയുമ്പോൾ മോചിക്കപ്പെട്ടവർ, സ്വതന്ത്രമാക്കപ്പെട്ടവർ, വിമോചിക്കപ്പെട്ടവർ എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. അതിൻ്റെ വേറൊരു ഭാഗത്ത് അതേ വാക്കിന് വേറൊരു അർത്ഥമുള്ളത് ഉപേക്ഷിക്കപ്പെട്ട, എറിയപ്പെട്ട, തള്ളപ്പെട്ട എന്നുള്ള രീതിയിലൊക്കെ ആ വാക്കിന് അർത്ഥമുണ്ട്. ഈ രണ്ട് രീതിയിൽ ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ഇവരാരാണ്? സ്വതന്ത്രമാക്കപ്പെട്ടവരാണ്, ദൈവത്താൽ വിമോചനം പ്രാപിച്ചവരാണ്. ശ്രദ്ധിക്കുന്നത് അത് അടിമമുഖമോ ശ്രോത്രമല്ലേലുയ പ്രവാസ കാലഘട്ടമോ ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ചെറിയ വിഷയമല്ല. എല്ലാ കാലത്തും അവർ എല്ലാ സാഹചര്യങ്ങളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, അല്ലേ? എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച്, ബാബേലിൻ്റെ പ്രവാസത്തിൽ നിന്ന് അടിമമുഖത്തിന്ന് ദൈവം അവരെ പുറത്തു കൊണ്ടുവരും എന്ന് പറയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇവിടെ വരുന്നത്. അതാണ് പറയുന്നത്, നിങ്ങൾ മടങ്ങി വരും. എങ്ങനെ മടങ്ങി വരും? ഉല്ലാസഘോഷത്തോടുകൂടെ മടങ്ങി വരും. രണ്ട് രീതിയിൽ അത് ചിന്തിക്കണം. ഒന്ന്, അത് സ്തോത്രം, ഇവരാരാണ്? വിമോചിക്കപ്പെട്ടവരാണ്. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇവർ എറിയപ്പെട്ടവരാണ്, തള്ളപ്പെട്ടവരാണ്. ഇത് രണ്ട് രീതിയിൽ ചിന്തിച്ചാലും നീ തിരിച്ചു വരുമെന്നുള്ള കാര്യം
ദൈവം ഷാർപ്പാണ്, നിന്നെ ദൈവം കൊണ്ടുവരും. അതുകൊണ്ട് വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ നീ ദൈവത്തിൻ്റെ വിമുക്തി പ്രാപിച്ചവനാണെങ്കിൽ, യഹോവയുടെ വിമുക്തനാണെങ്കിൽ ദൈവം നിന്നെ തിരികെ എത്തിച്ച് നീ എവിടെയാണ് വാഗ്ദത്വത്തിലേക്ക് മടങ്ങി വരുന്നത് അവിടേക്ക് ദൈവം നിന്നെ മടക്കി വരുത്തുക തന്നെ ചെയ്യും. അതിലേക്ക് പ്രത്യാശയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ സന്ദേശത്തിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുകയാണ്. നമ്മുടെ ചെറുകടിയിൽ മറയ്ക്കണം. ആത്മീക ഭൗതിക നന്മകളാൽ അനുഗ്രഹങ്ങളാൽ ദൈവം നിറച്ച് മാനിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സമസ്തവും തൃക്കരങ്ങൾ തരുന്ന കൂടെ ഇരിക്കണം. മഹത്വമേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. God bless you.